മാൻഡ്രിഡ് ഈസ് കുക്കിംഗ് ദിസ് ട്രാൻസ്ഫർ വിൻഡോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരുടെ കിടിലൻ സൈനിങ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ യോൺ ഡെയ്മണ്ടനെ കൊണ്ടുവന്നിട്ടുണ്ട് RB ലെപ്സിക്ക്. 120 മില്യനാണ് കൊണ്ടുവന്നത്. ഒരു കിടിലൻ സൈനിങ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടുണ്ടാവും. അങ്ങനെ നിലവിൽ എല്ലാവരും പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിലവിൽ ഫ്ലോറിൻഡോ പെരസ്. നമുക്കറിയാം സെയിം ഡിഫറെൻ്റ് അല്ല, കാരണം വ്യത്യാസമുണ്ട് പ്ലേയേഴ്സ് തമ്മിൽ. പക്ഷെ ആളാണെങ്കിലും യങ് ആണ്, വളർന്നു വരുന്നൊരു ജനറേഷൻ ആണെന്നാണെങ്കിൽ പറയാം. റയൽ മാഡ്രിഡ് സൈനിങ്സ് എല്ലാം കിടിലൻ തന്നെയാണ്. നിലവിൽ അവർ നടത്തിയേക്കുന്ന എല്ലാ സൈനിങ്സും കിടിലൻ തന്നെയാണ്. അവരുടെ അറ്റാക്ക് തീയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കിടിലൻ അറ്റാക്കിംഗ് ത്രെഡ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. നിലവിൽ സാന്റിയാഗോ ബെർണാവു നമുക്കറിയാം കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കടത്താനായിട്ട് വന്നിട്ടിരിക്കുന്നവരാണ്. ബെർണാഡോ സിൽവ ആണെങ്കിലും നിലവിൽ മാൻ സിറ്റി തിളങ്ങിയ പ്ലെയറാണ്. ഇപ്പോൾ റോഡ്രിയുടെ പുറകെ നിലവിൽ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. പെപ് ഗാർഡിയോള വെച്ചടിച്ച രണ്ടുപേരെയും റയൽ മാഡ്രിഡിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് മൊറീഞ്ഞോയുടെ തീരുമാനം. സ്പെഷ്യൽ വണ്ണിന് പറ്റിയൊരു ടീം നിലവിൽ ഫ്ലോറിൻഡോ പെരസ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹേറ്റേഴ്സ് എന്തായാലും ഇത് കണ്ടൊന്ന് പേടിക്കേണ്ടതാണ്. കാരണം കിടിലൻ സൈനിങ്സ് ആണ്. ഡിയോമണ്ടെ ആണെങ്കിലും ആളുടെ പേസ് ആണെങ്കിലും ആൾ പണ്ട് തുടങ്ങി നമുക്കറിയാം. റയൽ മാഡ്രിഡ് ഫാൻസ് ആണ്. ആളുടെ ചൈൽഡ്ഹുഡ് ഫോട്ടോസൊക്കെ ഒരുപാട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. ഒരു ടോപ്പ് നോച്ച് പ്ലെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ആൾക്ക് 2 അവസരങ്ങളാണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ ഏഡൻ ഹസാർഡിന്റെ പോലെ ഒരു വീക്ക് പെർഫോമർ ആവാം, അല്ലെങ്കിൽ ഒരു കിടിലം പെർഫോമർ ആവാം. റയൽ മാഡ്രിഡിൽ എന്തായാലും പേയ്മെന്റ് കൊടുക്കാനുള്ള കാശുണ്ട്. കാരണം വാരി എറിയണയാണ് നിലവിൽ. 120 മില്യന്റെ ഒരു ബിഡിലാണ്, ഓവറോൾ പേയ്മെന്റിലാണ് നിലവിൽ താരത്തെ ടീമിൽ എത്തിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കിടിലം പ്ലെയർ ആണ്. അടുത്തത് എന്തായാലും റോഡ്രിക്ക് വേണ്ടി പോവും. കാരണം റോഡ്രി ആണെങ്കിൽ ടോപ്പ് ഫോമിലാണ്. റയൽ മാഡ്രിഡിന് വേണ്ട ഒരു ടൈപ്പ് പ്ലെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം റോഡ്രി. കാരണം അവിടെ ഒരു ചുവാമേനി ഉണ്ട്. എക്സാക്റ്റ് അല്ല, ചുവാമേനിയുടെ വേറൊരു മോഡലാണെന്ന് വേണമെങ്കിൽ പറയാം റോഡ്രി. സോ ഈ ഒരു 2 സൈനിങ്സ് എന്തായാലും നിലവിലുണ്ടാവും. ഫാൻസ് എന്തായാലും അടുത്ത സൈനിങ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. വിനീഷ്യസ് ജൂനിയർ ആണെങ്കിൽ നിലവിൽ ഇപ്പോൾ ആഴ്സണലിലേക്ക് പോകും എന്നുള്ളൊരു റൂമറൊക്കെ വരുന്നുണ്ട്. ഒരു 120 മില്യന്റെ ബിഡ് ഉടനെ വരും എന്നും വേണമെങ്കിൽ പറയുന്നുണ്ട്. കാരണം ഹാർട്ട് അറ്റാക്ക് വേണ്ട 2 പ്ലേയേഴ്സാണ് നിലവിൽ, 2 ബ്രസീലിയന്മാരും. അപ്പോൾ അവരെന്തായാലും സൈൻ ചെയ്ത ഒരു കിടിലൻ സൈനിങ് ആണെങ്കിൽ നമുക്ക് എന്തായാലും അറിയാം കിടിലൻ സൈനിങ് ആയിരിക്കും. അടുത്തൊരു പൊട്ടൻഷ്യൽ 11 തന്നെ ആയിരിക്കും ഇത്. ആർട്ടറ്റ ശരിക്കും കുക്ക് ചെയ്യുന്ന വേണമെങ്കിൽ പറയാം. കാരണം വിനീഷ്യസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് വിങ് മാർട്ടിനലിന്റെ പോലെ ഇരിക്കില്ല. അത്രയും കിടിലൻ പെർഫോമൻസ് ആയിരിക്കും. റയൽ മാഡ്രിഡിന് എന്തായാലും ഇതൊരു തിരിച്ചടി തന്നെ ആയിരിക്കും. കാരണം എംബാപ്പെ പോലെ ഒരു ടോപ്പ് നോച്ച് പ്ലെയർ പോയി കഴിഞ്ഞാൽ എന്തായാലും അവർ തകരും. ഈ ഒരു സൈനിങ്സ് എന്തായാലും ഉണ്ടാവും. ഒരു ലെഫ്റ്റ് സൈഡ് സെന്റർ ബാക്ക് എന്തായാലും നടത്തേണ്ടതാണ്. അത് ബസ്റ്റോണി തന്നെ ആയിരിക്കും. ഡിയോമണ്ട് എന്തായാലും വേൾഡ് കപ്പിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ഈ മിഡ്ഫീൽഡ് ആണെങ്കിൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു കിടിലൻ 11 തന്നെ എന്തായാലും കിട്ടും. അത്യാവശ്യം റോഡ്രിയും കൂടി വന്നു കഴിഞ്ഞാൽ ചുവാമിനി റോഡ്രി ഒരു രക്ഷ ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവരൊരു ഫസ്റ്റ് 11 ആണെങ്കിലും കിടിലൻ തന്നെ ആയിരിക്കും. ഓവറോൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ റയൽ മാഡ്രിഡ് എന്തായാലും നല്ല രീതിയിൽ തന്നെ കിടിലനായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ യുണൈറ്റഡ് ആണെങ്കിൽ ബലേബക്ക് വേണ്ടി നോക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നുണ്ട്. ഈ ഒരു മിഡ്ഫീൽഡ് ട്രൈ ഒരിക്കലും മിക്കവാറും നടക്കാൻ പോകുന്നത്. ചുവാമിനി വരുമോ ഇല്ലയെന്ന് നമുക്കറിയില്ല. മൗണ്ട് കഴിഞ്ഞ കളിയിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഒരു ഫസ്റ്റ് 11 വെച്ചിട്ടാണ് കളിച്ചത് ഒരു പ്രീ സീസൺ. സിറിക്സിയുടെ കളി പ്രത്യേകിച്ച് എടുത്തു പറയണം. ആളുടെ ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഒരു അസിസ്റ്റും ഒരു ഗോളും ഉണ്ടായിരുന്നു. ആ ഒരു 2 പേരെ കട്ട് ചെയ്തൊക്കെയാണ് ആ ഒരു ഗോൾ അടിച്ചത്. ഷീലൈസി ആണെങ്കിലും എന്താ പറയുക, ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ തന്നെയാണ്. ഒരു കിടിലൻ പ്ലെയർ ആണ്. ആളുടെ ഒരു ഫിനിഷിംഗ് ടച്ചിലുണ്ടല്ല. അപ്പൊ എന്തായാലും ആ ഒരു റൈറ്റ് വിങ്ങിൽ ആൾക്ക് ഇടക്കിടക്ക് ചാൻസ് കിട്ടിയിരിക്കും. കാരണം ഒരുപാട് മത്സരങ്ങൾ കളിക്കാനുണ്ട്. ഈ ഒരു മിഡ്ഫീൽഡ് ആയിരിക്കും നിലവിൽ യുണൈറ്റഡിനുള്ളത്. അപ്പൊ എന്തായാലും ഇതിലേക്ക് ചുവാമിനി വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു കിടിലൻ ടീമായിട്ട് മാറുമെന്നാണെങ്കിൽ പറയാം. മിറാക്കിൾസ് എന്തായാലും സംഭവിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടീം വന്നാൽ അടിപൊളിയായിരിക്കും. ഈ ഒരു ഫസ്റ്റ് 11 എപ്പോഴും നിലനിർത്താൻ കഴിഞ്ഞാൽ ക്യാരിക്ക് എന്തായാലും ടോപ്പ് നേച്ച് ആയിരിക്കും. മാനുക്കോനെയാണ്, അതുപോലെ തന്നെ കമവിംഗ, സാൻഡർ ബ്രിഡ്ജിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ടീമിലേക്ക് വരണ്ട. ഈ ഒരു ടാർഗറ്റ് ഒന്നും യുണൈറ്റഡിന് എത്താനും പറ്റിയില്ല.